ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ കടന്നുവരവോടുകൂടി എൻ.ഡി.എ ക്യാമ്പിന് പുത്തൻ ഉണർവ് ഉണ്ടായിട്ടുണ്ടെന്ന് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി ബിജു എളക്കുഴി. വിജയിച്ചു പോയവർ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടി കാര്യമായി ഒന്നും ചെയ്തില്ലെന്നും മട്ടന്നൂരിലെ ജനത എൻ.ഡി.എ സ്വീകരിക്കുമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നതെന്നും ബിജു എളക്കുഴി ജനം ടിവിയോട് പറഞ്ഞു. മട്ടന്നൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മട്ടന്നൂർ നിയോജക മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി ബിജു എളക്കുഴിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മണ്ഡലത്തിൽ അതിവേഗം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അടക്കം പങ്കെടുത്തുകൊണ്ട് വലിയ റോഡ് ഷോ അടക്കം നടന്നിരുന്നു. സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ അടക്കം വന്നുകൊണ്ടാണ് മട്ടന്നൂരിനെ പ്രചാരണത്തിന് ഊർജ്ജം പകർന്നത്? എത്രത്തോളം ഒരു ആവേശം പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്? നിതിൻ നബീൽ ജി ഇന്നലെ മട്ടന്നൂരിൽ സന്ദർശിച്ചത് ഓടുകൂടി മട്ടന്നൂരിലെ എൻ.ഡി.എ ക്യാമ്പിന് ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വോട്ടർമാരും ഈ പ്രാവശ്യം ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് വോട്ട് രേഖപ്പെടുത്തും എന്നാണ് ഞങ്ങളുടെ സന്ദർശന വേളയിലെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അധികാരസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ ഉണ്ടായിരുന്നവർ ഇവിടെ പ്രതിദാനം ചെയ്ത ഒരു മണ്ഡലമാണ്. എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വികസനവും മട്ടന്നൂരിൽ ഉണ്ടായിട്ടില്ല. ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു കിടക്കുന്നു. ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. അടിസ്ഥാനപരമായിട്ട് വികസിക്കാൻ വേണ്ടുന്ന ധാരാളം സാധ്യതകളുള്ള ഒരു മണ്ഡലമാണിത്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാൻ ജനപ്രതിനിധികൾ തയ്യാറായിട്ടില്ല. ഇവിടെ ജയിച്ചു വന്നവർ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോകുമ്പോൾ മട്ടന്നൂർ മണ്ഡലത്തെ ശ്രദ്ധിക്കാൻ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇവിടെ ഓരോ സ്ഥലത്തും സന്ദർശിക്കുമ്പോൾ വോട്ടർമാർ പറയുകയാണ്. അതിലൊരു വിജയപ്രതീക്ഷയുണ്ട്. ബി.ജെ.പിയെ ഇപ്രാവശ്യം എൻ.ഡി.എ ഇപ്രാവശ്യം സ്വീകരിക്കും, ജനത ഈ മട്ടന്നൂരിലെ ജനത സ്വീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. CPM-ൻ്റെ ഒരു പ്രധാന കോട്ടയെന്നൊക്കെ അവർ അവകാശപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ തവണ മട്ടന്നൂർ നഗരസഭയിൽ ബി.ജെ.പിക്ക് ഒരു പ്രതിനിധി ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ മാറ്റങ്ങൾ മട്ടന്നൂരിനെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ CPM-ൻ്റെ ഏറ്റവും വലിയ കോട്ട എന്നൊക്കെയാണ് മട്ടന്നൂർ പറയാറ്. ആ മട്ടന്നൂരിൻ്റെ നഗരഹൃദയത്തിൽ ഇപ്പോൾ ബി.ജെ.പിയാണ് ജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ഈ മണ്ഡലത്തിലുള്ളതാണ്. ആ ചിറ്റാരിപ്പറമ്പ് മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു ജനപ്രതിനിധിയെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. തില്ലങ്കേരി പഞ്ചായത്ത് CPM-ൻ്റെ സമരങ്ങൾ നടന്ന ഒരു കാലത്ത് സമരങ്ങൾ നടന്ന പ്രദേശമായിട്ട് അവരുടെ രക്തസാക്ഷികളുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഇന്ന് ഞങ്ങൾക്ക് 2 ജനപ്രതിനിധികളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ധാരാളം സ്ഥലത്ത് ഞങ്ങൾ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഈ മണ്ഡലത്തിൽ ആകെ മുഴുവൻ സ്ഥലത്തും നമുക്ക് പ്രവർത്തകന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. അതുപോലെ ഈ പ്രാവശ്യം ധാരാളം ആളുകൾ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ട്, വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ട്, അത് മാറുന്ന കേരളത്തിന്, മാറുന്ന മട്ടന്നൂരിനായിട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിജയാശംസകളും നേരുന്നു. ഇതിലും ഉറച്ച വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് എൻ.ഡി.എ കാൻഡിഡേറ്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വലിയ പ്രതീക്ഷയിൽ തന്നെ ഓരോ വീടുകളിലേക്ക് പോകുമ്പോഴും ആ ഒരു മാറ്റം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കെ. സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.